നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കൈക്കൂലി വാങ്ങിയ കേസിൽ 4 പേർ അറസ്റ്റിൽ. ശനിയാഴ്ച നടന്ന ഒരു മത്സര പരിപാടിയുടെ ഫലങ്ങളിൽ കൃത്രിമം കാണിക്കാൻ കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച് വിധികർത്താക്കൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായതിനെ തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ യൂത്ത് ഫെസ്റ്റിവൽ 2024 വിവാദത്തിൽ മുങ്ങി. വെള്ളിയാഴ്ച വൈകിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന മാർഗംകളി മത്സരത്തിന്റെ കൈക്കൂലി ആരോപണത്തെ തുടർന്ന് കലോത്സവം താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർബന്ധിതരാവുകയും വാർഷിക പരിപാടിയുടെ ബാക്കി ഭാഗങ്ങൾ നടത്തില്ലെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. യൂണിവേഴ്സിറ്റി യൂണിയന്റെ പരാതിയെ തുടർന്ന് 3 ജഡ്ജിമാരായ ഷാജി, ഷിബിൻ, ജോമറ്റ്, ഇടനിലക്കാരൻ സൂരജ് എന്നിവരെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ വർഷം ഫെസ്റ്റിവലിനായി ഏർപ്പെടുത്തിയ ചട്ടം പാലിച്ചാണ് സംഘാടകർ വിധികർത്താക്കളുടെ മൊബൈൽ ഫോണുകൾ ശേഖരിച്ചതെന്ന് യൂണിയൻ ചെയർപേഴ്സൺ വിജയ് വിമൽ പറഞ്ഞു. ഒരു നമ്പറിൽ നിന്ന് നിരവധി കോളുകൾ വന്നപ്പോൾ സംഘാടകർ വിധികർത്താക്കളുടെ സമ്മതത്തോടുകൂടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചു. മത്സരങ്ങളുടെ ഫലത്തെ സ്വാധീനിക്കാൻ ഏജന്റുമാരുമായി നടത്തിയ കുറ്റകരമായ ചാറ്റ് സന്ദേശങ്ങൾ അവർ കണ്ടെത്തി. പിഴവുകൾ ഉണ്ടായിട്ടും ഒരു കോളേജ് മാർഗംകളി പരിപാടിയുടെ വിജയിയായി പ്രഖ്യാപിച്ചതിന് ശേഷം പങ്കെടുത്ത നിരവധി പേരുന്നയിച്ച ആരോപണങ്ങളെ ഈ സന്ദേശങ്ങൾ സാധൂകരിക്കുന്നു. ശനിയാഴ്ച പുലർച്ചെ 4 മണിവരെ പരിപാടി തുടർന്നു. സമാപന ദിവസമായ മാർച്ച് 11 മാർഗംകളി മത്സരം പുനഃസംഘടിപ്പിക്കാൻ അപ്പീൽ കമ്മിറ്റി തീരുമാനിച്ചു. വെള്ളിയാഴ്ച നടന്ന തിരുവാതിരകളി മത്സരത്തിൽ പക്ഷപാതപരമായ വിധിയുണ്ടായെന്ന പരാതി പരിഗണിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ ഫലപ്രഖ്യാപനം നിർത്തിവെക്കാനാണ് സമിതിയുടെ തീരുമാനം.